നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിവിധ എസ്റ്റേറ്റ് ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രാജ്പുരം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണിൽ സൂക്ഷിച്ച എൻഡോസൾഫാൻ പുതിയ ബാരലുകളിലേക്ക് മാറ്റി. കാസർഗോഡ് വൻ മദ്യവേട്ട. ഓട്ടോയിലും കാറിലും കടത്തുകയായിരുന്ന 453 ലിറ്റർ മദ്യം പിടികൂടി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. അന്തർ സംസ്ഥാന മദ്യക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ അണ്ണു അരവിന്ദൻ രക്ഷപ്പെട്ടു. കേരള കർണാടക അതിർത്തിയായ തലപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദ്യക്കടത്ത് സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായ പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു. കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ചന്തേരയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കൂടെ സഞ്ചരിച്ച യുവാവിനെ ഗുരുതര പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാൽപന്തുകളിയുടെ നാടെന്ന ഖ്യാതിയുള്ള തൃക്കരിപ്പൂരിൽ സെപക് താക്രോ എന്ന അന്താരാഷ്ട്ര ഗെയിമിനായി സെപക് താക്രോ അക്കാദമി വരുന്നു. കേരള സെപക് താക്രോ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗത്തിലാണ് അക്കാദമി രൂപീകരണത്തിന് തീരുമാനമായത്. രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിച്ചു. ആളെ കയ്യോടെ പിടികൂടി തിരിച്ചെടുപ്പിച്ച് നാട്ടുകാർ. കാസർഗോഡ് പടന്നക്കാടാണ് സംഭവം. കൃഷിയുടെ നല്ല പാഠവുമായി കാസർകോട്ടെ മാതൃകാ വിദ്യാലയം. കാരംതട്ടടുക്ക ഗവൺമെന്റ് LP സ്കൂളിലാണ് നടീൽ ഉത്സവം സംഘടിപ്പിച്ചത്. വേടടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ധന്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. വാർത്തകൾ വിശദമായി. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ വിവിധ എസ്റ്റേറ്റ് ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം രാജപുരം പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഗോഡൌണിൽ സൂക്ഷിച്ച എൻഡോസൾഫാൻ പുതിയ ബാരലുകളിലേക്ക് മാറ്റി. 25 വർഷങ്ങൾക്ക് ശേഷമാണ് എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്ന സുപ്രധാന നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. രാജപുരം, പെരിയ, PCK എസ്റ്റേറ്റുകളിലെ ഗോഡൌണുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന 1105 ലിറ്റർ എൻഡോസൾഫാനാണ് നിർവീര്യമാക്കുന്നത്. ആദ്യ നടപടിയായി പെരിയയിലെ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 700 ലിറ്റർ എൻഡോസൾഫാൻ പുതിയ ബാരലിലേക്ക് മാറ്റി. രാജപുരത്ത് സൂക്ഷിച്ചിരുന്ന 405 ലിറ്റർ ദ്രാവക ലായനിയും ചീമേനിയിൽ സൂക്ഷിച്ചിരുന്ന ഖരരൂപത്തിലുള്ള എൻഡോസൾഫാനും മറ്റൊരിടത്തേക്ക് മാറ്റി നിർവീര്യമാക്കും. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിലെ വിദഗ്ധ സംഘമാണ് രാസകീടനാശിനി നിർവീര്യമാക്കുന്നത്. പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ മിഞ്ചി പദവിലെ കശുമാവിൻ തോട്ടത്തിൽ അശാസ്ത്രീയമായി എൻഡോസൾഫാൻ കുഴിച്ചുമൂടി എന്ന കേസിൽ വാദം കേൾക്കുന്നതിനിടെയാണ് കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ നിലവിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ നിർവീര്യമാക്കാൻ കേന്ദ്ര ക്രമീകരണ ബോർഡിനെ ചുമതലപ്പെടുത്തിയത്. Myself, J. Chandrababu, Regional Director, CPCB Bangalore Office. As you all know that the pesticide endosulfan is a banned item. And earlier, PCK Limited used to use endosulfan, the pesticide, for their PCK estates. Now that because it is a banned item, Honorable NGT has directed CPCB to come out with the disposal options. In comparison to the Honorable NGT directions, the team visited 4 estates of PCK Limited in November 2024, and we have done the preliminary survey. Then later we felt that as there are some the leakages dumps are there, in order to ensure and to secure them, we have planned this program. Now as a part of that, we came to 4 estates where all the dumps which are there, endosulfan dumps, that has been shifted to new dumps, and we have secured them now, and the report will be filed before NGT. വരും ദിവസങ്ങളിൽ ജില്ലയിലെ മറ്റ് ഇടങ്ങളിലും സൂക്ഷിച്ചിരുന്ന എൻഡോസൾഫാൻ ഇവിടെ നിന്ന് മാറ്റി നിർവീര്യമാക്കും. ന്യൂസ് ബ്യൂറോ, രാജപുരം. കാസർഗോഡ് വൻ മദ്യവേട്ട. ഓട്ടോയിലും കാറിലും കടത്തുകയായിരുന്ന 453 ലിറ്റർ മദ്യം പിടികൂടി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ.
അന്തർ സംസ്ഥാന മദ്യക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ അണ്ണു അരവിന്ദൻ രക്ഷപ്പെട്ടു. കേരള കർണാടക അതിർത്തിയായ തലപ്പാടി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മദ്യക്കടത്ത് സംഘത്തിലെ കണ്ണിയാണ് അറസ്റ്റിലായ പ്രതിയെന്ന് എക്സൈസ് അറിയിച്ചു. മഞ്ചേശ്വരത്ത് കാറിലും ഓട്ടോറിക്ഷയിലും കടത്തുകയായിരുന്ന 453 ലിറ്റർ മദ്യം പിടികൂടി. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. കുഡ്ലൂർ രാംദാസ് നഗറിലെ പുരുഷോത്തമനാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. അന്തർ സംസ്ഥാന മദ്യക്കടത്ത് സംഘത്തിലെ പ്രധാനിയായ മഞ്ചേശ്വരം കുഞ്ചത്തൂരിലെ അണ്ണു എന്ന അരവിന്ദാക്ഷൻ രക്ഷപ്പെട്ടതായും എക്സൈസ് അധികൃതർ അറിയിച്ചു. ഞായറാഴ്ച രാത്രി 8 മണിയോടെ അടുക്കത്ത് ബായലിൽ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടർ ജെ ജോസഫും സംഘവുമാണ് മദ്യവേട്ട നടത്തിയത്. സ്ഥലത്തുനിന്ന് രക്ഷപ്പെട്ട അണ്ണു അരവിന്ദൻ സ്പിരിറ്റ് കടത്ത്, കർണാടക, ഗോവ മദ്യം കടത്തിയ കേസുകളിൽ പ്രതിയാണെന്ന് എക്സൈസ് അറിയിച്ചു. കേരള കർണാടക അതിർത്തിയായ തലപ്പാടി കേന്ദ്രീകരിച്ചാണ് മദ്യക്കടത്ത് സംഘം പ്രവർത്തിക്കുന്നതെന്നും ഏറെ നാളത്തെ നിരീക്ഷണത്തിനു ശേഷമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്നും എക്സൈസ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാലിക്കടവ് തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ചന്തേരയിലുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. കൂടെ സഞ്ചരിച്ച യുവാവിനെ ഗുരുതര പരുക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വലിയ പറമ്പ് കന്നുവീട് കടപ്പുറത്തെ ഈ രാജീവന്റെയും പ്രജിനിയുടെയും മകൻ വസുദേവാണ് അപകടത്തെ തുടർന്ന് തൽക്ഷണം മരിച്ചത്. ബൈക്കിൽ കൂടെ സഞ്ചരിച്ച കന്നുവീട് കടപ്പുറത്തെ അനിലന്റെ മകൻ ആദിത്യനെ ഗുരുതര പരിക്കുകളോടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇരുവരും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാറിന്റെ അരികിലിടിച്ചാണ് അപകടമുണ്ടായത്. ഞായറാഴ്ച വൈകുന്നേരം 3 ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിന് മുന്നിലാണ് അപകടം. കാലിക്കടവ് ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് മുന്നിലെ വാഹനങ്ങൾ ബ്രേക്ക് ചെയ്തപ്പോൾ നിർത്താനുള്ള ശ്രമത്തിൽ നിയന്ത്രണം വിട്ട് മുന്നിൽ പോയ കാറിന്റെ അരികിലിടിച്ച് യുവാക്കൾ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. നാട്ടുകാരും ചന്ദേര സ്റ്റേഷനിൽ നിന്നെത്തിയ പോലീസും ചേർന്ന് ചെറുവത്തൂരിലെ ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് വസുദേവ് മരിച്ചു. വരലക്ഷ്മിയാണ് സഹോദരി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കാൽപന്തു കളിയുടെ നാടെന്ന ഖ്യാതിയുള്ള തൃക്കരിപ്പൂരിൽ സെപക് താക്രോ എന്ന അന്താരാഷ്ട്ര ഗെയിമിനായി സെപക് താക്രോ അക്കാദമി വരുന്നു. കേരള സെപക് താക്രോ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗത്തിലാണ് അക്കാദമി രൂപീകരണത്തിന് തീരുമാനമായത്. 8 വയസ്സ് മുതൽ പ്രായമുള്ളവർക്ക് വിവിധ വിഭാഗങ്ങളിൽ ശാസ്ത്രീയ പരിശീലനം നൽകാനാണ് സെപക് താക്രോ അക്കാദമി തൃക്കരിപ്പൂർ കേന്ദ്രമായി രൂപീകരിക്കുന്നത്. അടുത്ത മാസം അക്കാദമി പ്രവർത്തനം ആരംഭിക്കുന്ന തരത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്നും തൃക്കരിപ്പൂരിൽ നിന്നും പരിസര പഞ്ചായത്തുകളിൽ നിന്നും ദേശീയ അന്തർദേശീയ താരങ്ങൾ പിറന്നതുകൂടി പരിഗണിക്കുന്നതായും ഭാരവാഹികൾ പറഞ്ഞു. തൃക്കരിപ്പൂർ അസീസിയ ബിൽഡിംഗിൽ നടന്ന സെപക് താക്രോ അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ ജനറൽ ബോഡി യോഗം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് യു അയൂബ് ഉദ്ഘാടനം ചെയ്തു. നാഷണൽ ഗെയിംസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൃക്കരിപ്പൂരിൽ വെച്ച് നടന്ന അതിമനോഹരമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തൃക്കരിപ്പൂര് ജനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഏതാണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നോക്കുന്ന ഫെഡറേഷൻ്റെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ കുറ്റമറ്റ രീതിയിൽ ഈ തൃക്കരിപ്പൂരിലെ ജനങ്ങളെ ഏറ്റെടുത്തതുകൊണ്ട് ഭാഗമായിക്കൊണ്ട് എന്നും കേരളത്തിന് അഭിമാന സ്തംഭമായിട്ട് ഈ നാഷണൽ ഗെയിംസ് മാറിയിരിക്കുകയാണ്. അതിൻ്റെ ശേഷം ഫെഡറേഷൻ നേരിട്ട് ഞങ്ങളോട് പറയുകയാണ്, അടുത്തൊരു ഗെയിം തന്നെ ഈ സ്ഥലത്ത് വെച്ച് തൃക്കരിപ്പൂർ വെച്ച് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് VPU മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KV ബാബു, സ്പോർട്സ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് PP അശോകൻ, സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗം K മധുസൂദനൻ, C സുനിൽകുമാർ, ശബരിദാസ് ബാലൻ, KPV രാജൻ, MTP ബഷീർ, K സ്മിത എന്നിവർ സംസാരിച്ചു. C സുനിൽകുമാർ പ്രസിഡന്റും ശബരിദാസ് ബാലൻ സെക്രട്ടറിയും K സ്മിത ട്രഷററുമായി 8 ഭാരവാഹികൾ ചുമതലയേറ്റു. യോഗത്തിൽ വ്യത്യസ്ത മേഖലകളിൽ നേട്ടം കൊയ്തവരെ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. രാത്രിയുടെ മറവിൽ മാലിന്യം നിക്ഷേപിച്ചു. ആളെ കയ്യോടെ പിടികൂടി തിരിച്ചെടുപ്പിച്ച് നാട്ടുകാർ. കാസർഗോഡ് പടന്നക്കാടാണ് സംഭവം. പടന്നക്കാട് കുയ്യാലിൽ പഴയ ചാക്ക് കച്ചവടം നടത്തുന്ന അബ്ദുള്ളയാണ് അഴുകിയ ചാക്കുകൾ നിക്ഷേപിച്ച് കടന്നുകളഞ്ഞത്. ഇയാളുടെ വാഹനം CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. പിന്നീട് നാട്ടുകാർ നടത്തിയ പരിശോധനയിൽ ഇയാൾ പിടിക്കപ്പെടുകയായിരുന്നു. പിന്നീട് 7ഓളം സ്ഥലങ്ങളിൽ നിന്നും ചാക്കുകെട്ടുകൾ തിരിച്ചെടുപ്പിച്ചു. കാഞ്ഞങ്ങാട് പോലീസ് എത്തി അബ്ദുള്ളയെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. സിമന്റ് ചാക്കുകൾ കഴുകി വൃത്തിയാക്കിയാൽ മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേനാ സംഘം മാസം തോറും അവ എടുക്കുന്നുണ്ട്. പക്ഷേ കഴുകി വൃത്തിയാക്കാൻ തുനിയാതെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കളയാൻ ശ്രമിച്ചതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയത്. ന്യൂസ് ബ്യൂറോ, പടന്നക്കാട്.
കൃഷിയുടെ നല്ല പാഠവുമായി കാസർഗോട്ടെ മാതൃകാ വിദ്യാലയം. താരംതട്ടടുക്ക ഗവൺമെന്റ് LP സ്കൂളിലാണ് നടീൽ ഉത്സവം സംഘടിപ്പിച്ചത്. ബേഡടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ധന്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൃഷിയുടെ ബാലപാഠങ്ങളും പ്രാധാന്യവും കുട്ടികളിലെത്തിക്കുന്നതിന്റെ ഭാഗമായാണ് വ്യത്യസ്ത ആശയവുമായി സ്കൂൾ അധികൃതർ മുന്നിട്ടിറങ്ങിയത്. താരംതട്ടടുക്ക ഗവൺമെന്റ് LP സ്കൂളിലെ അങ്കണത്തിലെ നെൽകൃഷിയിൽ PTA അംഗങ്ങളും അധ്യാപകരും നാട്ടുകാരും കുട്ടികളും ഭാഗമായപ്പോൾ അത് നാടിന്റെ കൂട്ടായ്മയായി. വാർഡ് മെമ്പർ K. രഘുനാഥൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രഥമാധ്യാപകൻ രാജീവൻ സ്വാഗതം പറഞ്ഞു. PTA പ്രസിഡന്റ് കൃഷ്ണൻ താരംതട്ട, SMC ചെയർമാൻ മധുസൂദനൻ, PTA, MPTA, SMC കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെയധികം സന്തോഷമാണ് ഈ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോൾ ഉള്ളത്. കാരണം ഇത് തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു അഭിമാനം തന്നെയാണ്. അത് താരംതട്ട സ്കൂളിന്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടുത്തെ നാട്ടുകാരുടെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു കൂട്ടായ്മയാണ് ഇവിടെ സ്ഥിരം കൃഷി ഇറക്കാൻ വേണ്ടിയുള്ള ഒരു സന്നദ്ധത ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പച്ചക്കറി നിറയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഷങ്ങളായിട്ട് നമ്മളിത് കണ്ടുവരുന്നതാണ്. പ്രത്യേകിച്ചും അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കേണ്ടത് നമ്മുടെ ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ഇവിടുത്തെ പ്രിയപ്പെട്ട കർഷകരോടാണ്. അവരാണ് ഇതിന്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള കൃഷി ഇവിടെ ഇറക്കാനും നമ്മുടെ മക്കള് വിഷരഹിതമായ പച്ചക്കറികളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളും കഴിക്കണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇത്തരത്തിലുള്ള കൃഷി വ്യാപിപ്പിക്കൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ കൊണ്ടുവരുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് മേലാങ്കോട്ട് വെച്ചാണ് നടന്നത്. സ്ഥാനാരോഹണവും പരിപാടിയുടെ ഉദ്ഘാടനവും ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് MJF നിർവഹിച്ചു. ഡോക്ടർ സുധീരൊക്കെ കൂടിക്കൊണ്ടുപോയി കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കൂളുകളിലൊക്കെ സ്കൂളുകളിലെന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വർഷം ഒട്ടേറെ ക്ലബുകളുടെ അണ്ടറിൽ അവര് ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രതിഫലവും വാങ്ങാതെ തന്നെ. അപ്പൊ അത് പറഞ്ഞു ഞാൻ പറയുന്നത് ഒരു ക്ലബ്ബ് ആ ക്ലബിന്റെ ചുറ്റുപാടുള്ളവർക്ക് മാത്രമല്ല ആ ക്ലബിൽ പ്രവർത്തിക്കുന്ന ഒരു മെമ്പർമാര് ലീഡർഷിപ്പുണ്ട്. അത് എന്താണ് ചെയ്യേണ്ടത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒട്ടേറെ സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ സംശയമില്ല. അപ്പൊ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എന്റെ എല്ലാവരും സുഹൃത്തുക്കളാണ്. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ CK ശ്യാമള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി CPV വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് അഡ്വൈസർ K. ഗോപി, ഡിസ്ട്രിക്ട് സെക്രട്ടറി V. വേണുഗോപാലൻ, ചാർട്ടർ പ്രസിഡന്റ് ബാലകൃഷ്ണൻ നമ്പ്യാർ, റീജിയണൽ ചെയർപേഴ്സൺ സുകുമാരൻ പൂച്ചക്കാട് എന്നിവർ സംസാരിച്ചു. M. കൃഷ്ണൻ വിശിഷ്ടാതിഥിയെ പരിചയപ്പെടുത്തി. ലയൺ നാരായണൻകുട്ടി നായർ, പാർവതി, ജെനി, ജിയ എന്നിവർ ചേർന്ന് പ്രാർത്ഥനാഗീതം ആലപിച്ചു. NR പ്രശാന്ത് സ്വാഗതവും K. രത്നാകരൻ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബിന്റെ 2025-26 വർഷത്തെ പുതിയ ഭാരവാഹികളായി HK കൃഷ്ണമൂർത്തിയെ പ്രസിഡന്റായും K. രത്നാകരനെ സെക്രട്ടറിയായും N. തമ്പാൻ നായരെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക സംഗീത ദിനം വിവിധ പരിപാടികളോടെ ആചരിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ആർട്ട് ഫോറം മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ലോക സംഗീത ദിനം വിപുലമായ പരിപാടികളോടെ ആചരിച്ചത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം നിർവഹിച്ചു. സുമനസ്സുകളുടെ ഒരു സംഗമം ആണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. എല്ലാവരും പാട്ടുകാർ, അങ്ങനത്തെ ഒരവസ്ഥ സ്വപ്ന സമാനമായ ഒരവസ്ഥയാണ്. ഒരു ഔപചാരിക യോഗത്തിന്റെ രീതിയിൽ പറയുമ്പോൾ എല്ലാവരും പേരൊക്കെ എടുത്ത് പറഞ്ഞു ഇങ്ങനെ പോകും. അത് വേണ്ട, എനിക്ക് തോന്നുന്നത് ഒരു അനൗപചാരികമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ ആയിക്കോട്ടെ എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സംഗീതമാണ്. സംഗീതവുമായിട്ട് എൻ്റെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ സംഗീത ആസ്വാദനമാണ്. ആർട്ട് ഫോറം പ്രസിഡന്റ് V. സുരേഷ് മോഹൻ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത്, അമ്മിണി ചന്ദ്രാലയം, ആർട്ട് ഫോറം വൈസ് പ്രസിഡന്റ്
അംബുജാക്ഷൻ അലാമിപ്പള്ളി എന്നിവർ സംസാരിച്ചു. മ്യൂസിക് ക്ലബ് കോർഡിനേറ്റർ AM അശോക് കുമാർ സ്വാഗതവും സെക്രട്ടറി ചന്ദ്രൻ അലാമിപ്പള്ളി നന്ദിയും പറഞ്ഞു. 5 മണിക്കൂർ നീണ്ടുനിന്ന സംഗീത പരിപാടിയിൽ മ്യൂസിക് ക്ലബിലെ യുവാക്കളും മുതിർന്നവരും ഉൾപ്പെടെ 35 അംഗങ്ങൾ ഗാനങ്ങൾ ആലപിച്ചു. ചലച്ചിത്ര ഗാനാലാപന മേഖലയിൽ പുതിയ പ്രതിഭകളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് ഗാനാലാപന പരിപാടി നടത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പനത്തടി പഞ്ചായത്തും കേരള നോളജ് എക്കോണമി മിഷനും കുടുംബശ്രീ CDSഉം AIS-ED കമ്പനിയും സംയുക്തമായി പാണത്തൂരിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. മേള പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പനത്തടി പഞ്ചായത്തും കേരള നോളജ് എക്കണോമി മിഷനും കുടുംബശ്രീ CDSഉം AIS-ED കമ്പനിയും സംയുക്തമായി പാണത്തൂരിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. മേള പനത്തടി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും തൊഴിൽ സംവിധാനം കിട്ടുന്നതിന് ആവശ്യമായ നല്ലൊരു പ്രവർത്തനമാണ് CDSന്റെയും മറ്റു സംവിധാനങ്ങളുടെ ഭാഗത്തായിട്ടുള്ളത്. ഇവിടെ തൊഴിൽദാതാക്കളായ വിവിധ കമ്പനികളടക്കം വന്നിട്ടുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള തൊഴിൽ സാധ്യതകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ അത് പരമാവധി മുഴുവൻ വിദ്യാർത്ഥികളും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് PM കുര്യാക്കോസ് അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത അരവിന്ദ്, വാർഡ് മെമ്പർമാരായ KK വേണുഗോപാൽ, KJ ജെയിംസ്, N വിൻസെന്റ്, PK സൗമ്യമോൾ, VV ഹരിദാസ്, മഞ്ജുഷ, KS പ്രീതി, രാധാ സുകുമാരൻ, CDS ചെയർപേഴ്സൺ ചന്ദ്രമതി അമ്മ, VEOമാരായ സീനു, മിനീഷ, ശ്രീജ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. CPI കാഞ്ഞങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CK കുഞ്ഞിരാമൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അനുമോദനവും നടത്തി. CK കുഞ്ഞിരാമൻ അനുസ്മരണവും അനുമോദനവും CPI കാഞ്ഞങ്ങാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നടന്നത്. E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. സ്വീകാര്യത നേടിയ ഒരു പൊതുപ്രവർത്തകനായി കേവലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ മാത്രമല്ല, അതിനുമപ്പുറത്ത് നാട്ടിൽ വിവിധങ്ങളായ മേഖലകളിലെ ജനങ്ങളുമായി ബന്ധപ്പെടാനും കർഷകരുമായി ബന്ധപ്പെടാനും കാർഷിക പ്രശ്നങ്ങൾ ഇടപെടാനും അവരുടെ പ്രശ്ന പരിഹാരത്തിനു വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നടത്താനും മുന്നിൽ പറയുന്ന ഒരു പ്രവർത്തനമായി ദീർഘമായ കാലം അദ്ദേഹം നടത്തിയിട്ടുള്ള യുവജന പ്രസ്ഥാനത്തിലൂടെ, കർഷക പ്രസ്ഥാനത്തിലൂടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ നടത്തിയ പ്രവർത്തനം എടുത്ത് പരിശോധിച്ചാൽ തീർച്ചയായും പുരോഗമന പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുക എന്ന വലിയ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. CK വത്സലൻ അധ്യക്ഷത വഹിച്ചു. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. CP ബാബു, N ബാലകൃഷ്ണൻ, A ദാമോദരൻ, കരുണാകരൻ കുന്നത്ത്, CK ബാബുരാജ് എന്നിവർ സംസാരിച്ചു. C രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചോയംകോട് ലയൺസ് ക്ലബ്ബ് 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു. പാലത്തടം മാക്സ് ഓറീസോൾ ഹാളിൽ നടന്ന ചടങ്ങ് നിയുക്ത ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി PV വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. ചോയംകോട് ലയൺസ് ക്ലബ്ബ് 2025-26 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി. പാലത്തടം മാർക്സ് ഓറീസോൾ ഹാളിൽ നടന്ന ചടങ്ങ് നിയുക്ത ലയൺസ് ഡിസ്ട്രിക്ട് സെക്രട്ടറി PV വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. നാളെ പറയും, നാളെ കാഞ്ഞങ്ങാട് ടൗണിന്റെ ഇൻസ്റ്റലേഷനിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഇതൊക്കെ പറയും എന്ന് പറഞ്ഞാല് അത്രയധികം പാരമ്പര്യമൊന്നും വലിയ ഘടകമൊന്നുമില്ല. എന്റെ ഉപ്പുപ്പാരക്കാരൻ ആനയുണ്ടായിരുന്നു എന്നത് പറഞ്ഞത് കാര്യമൊന്നുമില്ല. അതിന്റെ തയമ്പൊന്നും ഉണ്ടാവൂല ഇപ്പോ, അല്ലേ? നമ്മൾ പുതിയ ചരിത്രം ഉണ്ടാക്കിയല്ലേ ചെയ്യുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, ബാക്കി ഇപ്പൊ ഈ പ്രദേശത്ത് ഏത് ക്ലബ്ബ് വീക്കായാലും ഇനി ചോയംകോട് വീക്കാവില്ല. മാത്രമല്ല, ഞാൻ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത കഴിഞ്ഞ DGVCയിൽ നിങ്ങൾ ചോദിച്ച കുറെ ചോദ്യങ്ങളുണ്ടല്ലോ, ആ ചോദ്യങ്ങളിൽ ഗവർണറുടെ ചെവിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് മുഴങ്ങുന്നുണ്ട്. നിങ്ങൾ ഈ BOD മീറ്റിംഗിൽ ചോദിച്ച ചോദ്യങ്ങൾ ഞാൻ ഇന്ന് ബിനോച്ചനോട് പറയായിരുന്നു, വേറെ എവിടെ നടക്കാത്ത കാര്യങ്ങളാണ്. K രഘുനാഥൻ പ്രസിഡന്റായും P വസന്തൻ സെക്രട്ടറിയായും MD ഷാജി ട്രഷററായുമുള്ള ഉപഭാരവാഹികളുടെയും ഭരണസമിതി അംഗങ്ങളുടെയും സ്ഥാനാരോഹണമാണ് നടന്നത്. ചടങ്ങിൽ വെച്ച് പുതിയ അംഗങ്ങൾക്കുള്ള മെമ്പർഷിപ്പ് വിതരണവും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെയും SLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും അനുമോദിച്ചു. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ ഉചിതമായ സ്ഥലത്ത് ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുക, പഞ്ചായത്തിലെ നിർധനരായ വ്യക്തികളെ കണ്ടെത്തി ആശ്വാസ ധനസഹായമായി ഈ പ്രവർത്തന വർഷം മാസം തോറും ഒരു നിശ്ചിത സംഖ്യ പെൻഷൻ നൽകുക,
ലഹരിക്കെതിരെ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ശക്തിപ്പെടുത്തുക തുടങ്ങിയ 10ഓളം ജനക്ഷേമ പ്രവർത്തനങ്ങളും അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ആസൂത്രണം ചെയ്തു. പ്രസിഡന്റ് അനീഷ് ചായോത്ത് അധ്യക്ഷത വഹിച്ചു. ക്ലബ് സെക്രട്ടറി KJ ബിനോയ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. റീജിയണൽ ചെയർമാൻ PP കുഞ്ഞികൃഷ്ണൻ നായർ, സോൺ ചെയർമാൻ V സജിത്ത്, P പ്രമോദ് കുമാർ, ബാബു സുമേഷ് എന്നിവർ സംസാരിച്ചു. VV മനോജ് സ്വാഗതവും VV രഞ്ജി രാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചോയ്യംകോട്. ചെറുവത്തൂർ മയിച്ച ജവഹർ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വായനാ വാചാരണം നടത്തി. വായനാശാല ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് AEOയും ഗാന്ധിയൻ പ്രവർത്തകനുമായ KV രാഘവൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് PN പണിക്കരുടെ ചരമവാർഷിക ദിനം മുതൽ വിവിധ പരിപാടികളോടെ മയിച്ച ജവഹർ വായനാശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വാരാചരണം നടന്നുവരികയാണ്. പുസ്തക വായനാ മത്സരം, കുട്ടികൾക്കും മുതിർന്നവർക്കും കവിതാലാപന മത്സരം, SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം എന്നിവ നടന്നു. വായനാശാല ഹാളിൽ റിട്ടയർഡ് AEOയും ഗാന്ധിയൻ പ്രവർത്തകനുമായ KV രാഘവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. അല്പമൊന്ന് പഠിച്ചു ചിലരൊക്കെ, പക്ഷേ മക്കൾ പറഞ്ഞു ഒരു പത്രം കൊടുത്തു കഴിഞ്ഞാൽ പത്രം വായന തുടങ്ങിയാൽ തീർച്ചയായും അവരെന്ത് ചെയ്യും, പത്രം വായിക്കും. എട്ട് നാഴിക, ഏകദേശം ഒരു 10-12 നാഴിക നടന്നു ചെന്നിട്ടാണ് പോകുന്നത്. ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു PN പണിക്കരെ കുറിച്ച്. ഗ്രന്ഥാലയം പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് നിർവാഹക സമിതി അംഗം T തമ്പാൻ, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. പൂരക്കളി കലാ അക്കാദമി അവാർഡ് ജേതാവ് മയിച്ച P ഗോവിന്ദൻ, ഗ്രന്ഥാലയം സെക്രട്ടറി TP അനിൽ, ലൈബ്രറിയൻ PV രാധിക എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിശ്വാസികൾ വിജ്ഞാനത്തോട് ചേർന്ന് നിൽക്കണമെന്ന് പാണക്കാട് സ്വായിദ് ഖലി ശിഹാബ് തങ്ങൾ. പുതുതായി നിർമ്മിച്ച അതിഞ്ഞാൽ അൻസാറുൽ ഇസ്ലാം മദ്രസ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതുതായി നിർമ്മിച്ച അതിഞ്ഞാൽ അൻസാറുൽ ഇസ്ലാം മദ്രസ കെട്ടിടോദ്ഘാടനം നടന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ചരിത്രമുള്ള ഒരു ജമാഅത്താണ്. ബഹുമുഖ പ്രതിഭകളായിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ അവർ കടന്നു വന്ന ഒരു പ്രദേശം. അവരുടെ സാന്നിധ്യങ്ങളിലൂടെ മത